ദേവി എന്നെ ഉപേക്ഷിച്ചു പോവുമോ? അച്ഛനും എന്നെ തള്ളിക്കളയുമായിരിക്കോ? ഋഷി ഒരു പേടി സ്വപ്നം പോലെ എന്റെ കൂടെയുണ്ട്. ഇപ്പതാ ഇങ്ങനെ. സത്യ ബെല്ലയ്ക്കറിയാലോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യില്ലെന്ന്. എന്റെ നന്ദൻ എന്തിനാ എന്നോടിങ്ങനെ സത്യം ചെയ്ത് പറയുന്നേ? നന്ദന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയതുപോലെ ദേവിക പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നന്ദനെ സ്നേഹിക്കാനേ അറിയൂ. സ്നേഹം അനുഭവിച്ച ചിലര് കാര്യം കഴിയുമ്പോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി സ്ഥലം വിടും. ഞാൻ ഇസബെല്ലയാ, നന്ദന്റെ ബെല്ല. നന്ദന് വേണ്ടി ജീവിക്കുന്ന ബെല്ല. എനിക്കറിയാമൊക്കെ. ഞാൻ ആശുപത്രിയിലേക്കൊന്ന് പോയാലെന്ന് ആലോചിക്കാം. ആശുപത്രി പോയാ ദേവികയെ കാണേണ്ടി വരും. അവര് തമ്മിൽ കോംപ്രമൈസ് ആവും. അതിനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ബെല്ല, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്ത് വിട്ടിത്വ നന്ദായി പറയുന്നേ? നന്ദനെതിരെ നീങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിച്ച് നടക്കുക ദേവിക. ആ സാഹചര്യത്തില് അങ്ങോട്ട് ചെന്ന് തലവെച്ച് കൊടുക്കണോ?